നേരത്തെ നമ്മൾ എവിടെ വരെ നിർത്തിയത്? പി മെട്രിക്സ് കാണുന്നവരെ അല്ലേ? എന്തായിരുന്നു പി മെട്രിക്സ്? ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 6. നമുക്ക് എന്താണ് ഡെൽറ്റ മെട്രിക്സ് കാണണം അല്ലേ? പി ഈക്വൽ ടു ക്യാപിറ്റൽ കെ ഇൻറ്റു ക്യാപിറ്റൽ ഡെൽറ്റ. പി മെട്രിക്സ് നമ്മുടെ ഈ മെട്രിക്സ് 0.75 മൈനസ് 12 ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. അതിന്റെ വാല്യൂ എത്രയായിരുന്നു? EI ഇൻറ്റു 10/3 1 1 2 ഇൻറ്റു ഡെൽറ്റ മെട്രിക്സ്. ഡെൽറ്റയ്ക്ക് ഞാൻ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഇക്വേഷൻ ഫോം ചെയ്യുക. ഇതിൽ നിന്ന് ഡെൽറ്റ 1ന്റെയും ഡെൽറ്റ 2ന്റെയും വാല്യൂ കാണാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി ഡെൽറ്റ കാണാനായിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം, സോൾവ് ചെയ്യാം. എൻ്റെ ഒരു ഇക്വേഷൻ 10/3 delta 1 plus delta 2 equal to 0.75. Then delta 1 plus 2 delta 2 equal to minus 12. Equation number 1, equation number 2. ഇപ്പൊ ഈ EI ഉണ്ട് ഇവിടെ. EI ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു EI വരും. നിങ്ങളത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിർത്താം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ട് ഇതുപോലെ ഇടാം. എന്തായാലും സോൾവ് ചെയ്യാൻ നേരം 0.75 മൈനസ് 12 കൺസിഡർ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഡെൽറ്റ 1 ഡെൽറ്റ 2 വാല്യൂ കിട്ടി അതിനോട് ഡിവൈഡഡ് ബൈ EI എന്ന് ആഡ് ചെയ്താൽ മതി. എത്ര വന്നു ഡെൽറ്റ 1? ഓക്കെ, 2.38 ബൈ EI. ബൈ EI മറക്കരുത്. ഡെൽറ്റ 2ഓ? മൈനസ് 7.19 ബൈ EI. ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? തീറ്റ അറ്റ് ബി. ആൻഡ് ഡെൽറ്റ 2 എന്ന് പറയുന്നത് തീറ്റ സി. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതൊക്കെയാണോ അത് കിട്ടി. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ്? എലമെന്റ് ഡിഫോർമേഷൻ കാണണം. എലമെന്റ് ഡിഫോർമേഷൻ കാണാൻ ഇതിനെ ബീറ്റ മെട്രിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? element deformation delta equal to beta into capital delta. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റ്സ് ആണ്. Q1, Q2, Q3, Q4. ബീറ്റ ഏതായിരുന്നു? ബീറ്റ 0, 1, 1, 0.
ഇൻറ്റു ഡെൽറ്റ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡെൽറ്റ 2.38 മൈനസ് 7.19 1/a പുറത്തുണ്ട്. ഇതിൽ നിന്ന് Q1, Q2, Q3, Q4 വേണം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വൺ ബൈ EI 0 into 2.38 plus 0 into 0 വന്നു. Then 1 into 2.38 plus 0 into നമുക്ക് എന്ത് വന്നു 2.38. Then അടുത്ത ടേം 2.38. അടുത്തത് മൈനസ് 7.19. ഇതാണ് മെമ്പർ ഫോഴ്സസ്. ഇന്റേണൽ ഡീഫോർമേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? മെമ്പർ ഫോഴ്സുകൾ കാണണം. മെമ്പർ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ P ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ. ഇവിടെ K എന്ന് പറയുന്നത് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ഈ ഡെൽറ്റ സ്മോൾ ഡെൽറ്റ ആണ്. സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത് എലമെന്റ് ഡീഫോർമേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് P മെട്രിക്സ് കാണാം. P എന്ന് പറയുന്നത് ഓരോ മെമ്പർ ഫോഴ്സ് ആണ്. EI ഇൻറ്റു 4/3 2/3 ഡെൽറ്റ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു 1/EIയും ഈ ഒരു EIയും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് പി മെട്രിക്സ് ഏതൊക്കെ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാല്യൂസ് പറയും. വാല്യൂസ് ഞാൻ എഴുതിത്തരാം. നിങ്ങൾ ചെയ്ത് നോക്കി വാല്യൂസ് വരുന്നുണ്ടോ നോക്കുക. -1.59, 3.17, -2.43 ആൻഡ് -12. ഇതാണ് നമ്മുടെ മെമ്പർ ഫോഴ്സസ്. മെമ്പർ ഫോഴ്സ് കിട്ടിയാൽ ഫൈനൽ മൊമെന്റ് നമുക്ക് കാണാം. ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് FEM പ്ലസ് മെമ്പർ ഫോഴ്സ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഇതല്ലേ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഇവിടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എയില് എത്രയാണ്? -11.25. ദെൻ ഇവിടെ ബിയിൽ ആക്ട് ചെയ്യുന്നത് 11.25. ദെൻ ഇവിടത്തത് ബി സിയിലത് -12 ആൻഡ് സിയില് 12. ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഇതിനോട് നമുക്ക് മെമ്പർ ഫോഴ്സുകൾ ആഡ് ചെയ്യണം. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് മെട്രിക്സ് ഞാൻ എടുത്ത് എഴുതാണ്. 11.25 -12 and 12 പ്ലസ് ഈ മെട്രിക്സ് ഏതൊക്കെയാ? 1.59. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മെട്രിക്സ് 3.17 -2.43 -12 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ മൊമെന്റുകൾ -11.25 പ്ലസ് 1.59 ഇത് വരും -9.66. അടുത്തത് 14.42 -14.42 and 0. 12 - 12 0.
ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. അപ്പൊ നമുക്ക് സപ്പോർട്ട് മൊമെന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അതിൽ നിന്ന് ഞാൻ ആദ്യം നമ്മളുടെ ക്വസ്റ്റ്യൻ വരയ്ക്കാം. ഇതിൽ നമ്മുടെ കോർഡിനേറ്റ്സ് ആണ് Q1, Q2, Q3, Q4. അതിന്റെ വാല്യൂസ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതാണ് Q1, Q2, Q3 and Q4. നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാമല്ലോ. എങ്ങനെ വരും? ഇതാണ് ഫസ്റ്റ്, അതായത് Q1ന്റെ അവിടെയുള്ള മൊമെന്റ് -9.66. -9.66 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് മൈനസ് അല്ലേ? ഇതാ ഈ ഒരു ഡയറക്ഷനിൽ വരും ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ, ശരിയല്ലേ? എന്നിട്ട് ഞാൻ അവിടെ 9.66 ഓർഡിനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. എത്രയാണ്? 9.66. ഇനി Q2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 14.42. അതെന്താ? ക്ലോക്ക് വൈസ് ആയിരിക്കും, കാരണം പോസിറ്റീവ് 14.42. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു ഡയറക്ഷനിൽ അല്ലെ? ഈ മെമ്പറിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇത് ABC. ഉള്ളിൽ നിന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോ ബിയില് ഓർഡിനേറ്റിന്റെ വാല്യൂ 14.42. അപ്പൊ 9.66 കുറച്ചുകൂടെ ഓർഡിനേറ്റ് വലുതാക്കി വരയ്ക്കാം. ഇനി ഇതെനിക്ക് കൂട്ടി വരയ്ക്കാം. ഇത് രണ്ടും ജോയിൻ ചെയ്താല് AB-യില് നെഗറ്റീവ് മൊമെന്റ് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി BC ഉണ്ട് ഇല്ലേ? BC-യില് ഫസ്റ്റ് കോർഡിനേറ്റ് ഏതാണ്? Q3യുടെ വാല്യൂ -14.42. -14.42 മൈനസ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പം നമ്മൾ ഇൻസൈഡ് നോക്കുമ്പോൾ ഇതല്ലേ മെമ്പർ? ഈ മെമ്പറിന്റെ ഇവിടുന്ന് ജോയിന്റിലേക്ക് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ. കോർഡിനേറ്റിന്റെ വാല്യൂ 14.42. അത് ഞാൻ വരയ്ക്കുകയാണ്. 14.42 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിനോട് ഈക്വൽ ആയിട്ട് വരയ്ക്കാം. ഇനി ജോയിന്റ് ഡിയിൽ എത്രയാണ്? ഈ Q4ന്റെ വാല്യൂ 0 ആണ്. ഇവിടെ 0. ഇത് രണ്ടിനെയും ജോയിൻ ചെയ്യാം. ഇതുപോലെ വരും. ഇതാണ് നമ്മുടെ ഹോഗിങ് മൊമെന്റ് അഥവാ സപ്പോർട്ട് മൊമെന്റ്. ഈ ഓർഡിനേറ്റ് ഒക്കെ മാർക്ക് ചെയ്യുക. 14.42. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ലോഡിംഗ് കാരണം ഉണ്ടാവുന്ന ഫ്രീ മൊമെന്റ് കൂടെ കാണണം. ലോഡിംഗ് കാരണം AB-യിൽ ഉണ്ടാവുന്ന ഫ്രീ മൊമെന്റ് എത്രയാണ്? UDL അല്ലേ? UDL ആവുമ്പോൾ WL²/8. അപ്പം 15 × 3²/8 എത്ര വരും? 16.875. 16.875. ഓക്കെ, 87. അപ്പം ഇത് മാക്സിമം ഓർഡിനേറ്റ് ആണ്. UDL അല്ലേ? UDL ആവുമ്പോൾ പരാബോളിക് ആയി. അപ്പം 16.87 എന്ന് പറയുമ്പോൾ 14 മുകളിൽ വരും ഇതിന്റെ മാക്സിമം ഓർഡിനേറ്റ്. ഓക്കെ, ഇതാണ് എന്താ UDL കാരണം ഉണ്ടാവുന്ന ഫ്രീ മൊമെന്റ് 16.87. ഇനി BC നോക്കുകയാണെങ്കിൽ BC-യിൽ ഉണ്ടാവുന്ന ലോഡ് ഏതാണ്? 24 കിലോ ന്യൂട്ടൺ. അപ്പൊ അവിടുത്തെ ഫ്രീ മൊമെന്റ് എത്രയാ?
ഡി സിയിൽ WL/4 അല്ലേ? WL/4 എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു L എന്ന് പറയുന്നത് 4 മീറ്റർ, 4/4 എത്ര വന്നു? 24 വന്നു. എന്തായിരിക്കും? ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും വിത്ത് മാക്സിമം ഓർഡിനേറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ആക്ഷൻ ഓഫ് ലോഡ് അല്ലേ? ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് 24 മിഡ് പോയിന്റിലാണ്. മിഡ് പോയിന്റിൽ മാക്സിമം ഓർഡിനേറ്റ് അതിന്റെ വാല്യൂ 24 ആണ്. 24 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുവരെ വരും അല്ലേ? ഇനി ഈ രണ്ട് ഫ്രീ മൊമെന്റ് കാരണം ഉണ്ടാവുന്നത് പോസിറ്റീവ് മൊമെന്റ് ആണ്. എന്നിട്ട് ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ട് ഉള്ള പോർഷൻ ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലം നമ്മൾ എന്ത് ചെയ്യും? ഹാച്ച് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓർഡിനേറ്റ് ഒക്കെ അല്ല മാർക്ക് ചെയ്യുക. ഇത് 24. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മിസ്. ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രോബ്ലം കൂടെ സ്റ്റാർട്ട് ചെയ്യാം. സമയമുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ എല്ലാവരും? ഇത് എന്ത് തരത്തിലുള്ള ഫ്രെയിമാണ്? സ്വേ ഉണ്ടാവോ നോൺ സ്വേ ആണോ? ഈ ഫ്രെയിം സ്വേ ആണോ നോൺ സ്വേ ഫ്രെയിം ആണോ? സ്വേ ആയിരിക്കും. കാരണം എന്താണ്? വെർട്ടിക്കൽ മെമ്പേഴ്സിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് EI ആണ്, ഡിഫറെന്റ് എന്താണ് ലോഡിങ്ങും അൺസിമെട്രിക് ആണ് അല്ലെ? അപ്പൊ ഇതെന്തായാലും ഒരു സ്വേ ഉണ്ടാവും ഈ ഒരു ഫ്രെയിമില്. അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നാൽ എങ്ങനെ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റെപ്പ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഉണ്ട് ഇവിടെ? രണ്ട് എൻഡും ഈ രണ്ട് സപ്പോർട്ട് എന്താണ്? ഫിക്സ്ഡ് സപ്പോർട്ടാണ്. അപ്പൊ ഫിക്സ്ഡ് സപ്പോർട്ട് ആകുമ്പോൾ സപ്പോർട്ടിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നുമില്ല അല്ലെ? ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. ഇനി ഈ ഒരു ജോയിന്റ് ഞാൻ പറഞ്ഞു എപ്പോഴും റിജിഡ് ഫ്രെയിം ആണെങ്കിൽ റിജിഡ് ഫ്രെയിമിന്റെ ഫ്രീ ആയിട്ടുള്ള ജോയിന്റുകൾ, സപ്പോർട്ട് അല്ലാതെ വരുന്ന ജോയിന്റുകൾ എല്ലായിടത്തും ഓരോ റൊട്ടേഷൻ ഉണ്ടാകും. അപ്പം ഇവിടെ ബിയിൽ ഒരു റൊട്ടേഷൻ ഉണ്ട്, സിയിൽ ഒരു റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ തീറ്റ ബി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. തീറ്റ അറ്റ് സി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇനി ഇവിടെ സ്വേ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നില്ലേ? അതായത് ഈ ഫ്രെയിമില് സ്വേ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. സ്വേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്രെയിമില് ഇതുപോലെ ഈ ഒരു ഫ്രെയിം ഡിഫ്ലക്റ്റ് ആവാല്ലേ? ഡിഫ്ലക്റ്റ് ആവാന്ന് പറഞ്ഞാല് ഏത് ഡയറക്ഷനിലാണോ ഡിഫ്ലക്ഷൻ വരുന്നത് ആ ഡയറക്ഷനിൽ
നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് എന്നല്ലേ അർത്ഥം, അല്ലേ? അപ്പൊ സ്വേ കാരണം ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന 3 ഡിഗ്രി ഓഫ് ഫ്രീഡം, ആദ്യത്തത് സ്വേ, പിന്നുള്ളത് തീറ്റ ബി, ദെൻ തീറ്റ സി. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്വേക്ക് Δ1 എന്ന് വിളിക്കുകയാണ്, തീറ്റ ബിയെ ഞാൻ Δ2 എന്ന് വിളിക്കുകയാണ്, ആൻഡ് തീറ്റ സിയെ Δ3. 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ മാർക്ക് ചെയ്യാം. നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം മാർക്ക് ചെയ്യാൻ നേരം ഇതാണ് തന്നിട്ടുള്ള ഫ്രെയിം. ഏതൊക്കെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? സ്വേ എന്ന് പറഞ്ഞാൽ നോക്കുക, ഇതൊരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഈ ഒരു ഡയറക്ഷനിൽ ഇതിന് സ്വേ ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതിന് ഞാൻ എങ്ങനെ കാണിക്കും? ആ ഒരു കോർഡിനേറ്റിനെ ദാ ഈ ഒരു രീതിക്ക് എനിക്ക് കാണിക്കാം, അല്ലേ? ഈ ഒരു ഡയറക്ഷനിലല്ലേ സ്വേ ഉണ്ടാവുന്നത്. ഇതിനെ ഞാൻ Δ1 P1 എന്ന് വിളിക്കാം. ഇനി തീറ്റ ബി ഏതൊക്കെയാണ് ജോയിന്റ്? ഇത് എ, ബി, സി, ഡി. ബിയിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ് Δ2, അല്ലേ? അപ്പം Δ2നെ ഞാനിവിടെ ജോയിന്റ് ബിയിൽ റൊട്ടേഷൻ ആയിട്ട് കാണിക്കുകയാണ്. ഇതാണ് Δ2 P2. ഇനി സിയിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ തീറ്റ സി ആണ് നമ്മുടെ 3ാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടുത്തെ റൊട്ടേഷൻ ആണ്. അപ്പൊ ദാ ഈ ഒരു ഡയറക്ഷനിൽ 3ാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം Δ3 P3. ക്ലിയർ ആയോ? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം വന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യണം, ഇല്ലേ? കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതെല്ലാം ചെയ്തു തീർക്കുക. ഏതൊക്കെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് കാണാം, എലമെന്റ്സ് ഉണ്ടെങ്കിൽ എലമെന്റ്സ് മാർക്ക് ചെയ്യാം, അവിടെ വരുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം മാർക്ക് ചെയ്യാം, അതുപോലെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. കോർഡിനേറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു കോർഡിനേറ്റ് Q1, Q2, Q3 എല്ലാം ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കാം. Q4, Q5 ആൻഡ് Q6. ഇവിടെ എത്ര കോർഡിനേറ്റ്സ് ഉണ്ടാകെ? 6 കോർഡിനേറ്റ്സ് ഉണ്ട്, ഇല്ലേ? 3 എലമെന്റ്സ്, 6 കോർഡിനേറ്റ്സ് ഉണ്ട്. 6 കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓർഡർ എന്തായി? 6x6 മെട്രിക്സ് ആയി, ഇല്ലേ? അതൊക്കെ ഓർത്തിരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ബീറ്റ മെട്രിക്സ് ഫോം ചെയ്യണം. എന്താണ് ബീറ്റ മെട്രിക്സ്? നമുക്ക് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. ആ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കാരണം നമ്മുടെ ഈ ഉണ്ടാവുന്ന ഓരോ കോർഡിനേറ്റ്, ഈ Q1, Q2, Q3, Q4, Q5, 6, ഈ 6 കോർഡിനേറ്റിലും എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ബീറ്റ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബീറ്റ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഇൻ ബീറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം കാരണം ഓരോ കോളം ഉണ്ടാവുന്നുണ്ട് ബീറ്റ മെട്രിക്സിൽ. അപ്പൊ ആകെ 3 കോളം ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഞാൻ സ്വേ എടുക്കുകയാണ്, അതായത് Δ1 എടുക്കുകയാണ്. എന്നിട്ട് ആ Δ1ന് യൂണിറ്റ് വാല്യൂ കൊടുക്കും. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് Δ1 ഈക്വൽ ടു 1. Δ1 എന്ന് പറയുന്നത് സ്വേ ആണ്, അല്ലെ? സ്വേ എന്ന് പറയുമ്പോൾ ഇതാണ് ഫ്രെയിം. സ്വേ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് Δ1. അപ്പൊ സ്വേ വരുമ്പോൾ ഇതിനുണ്ടാവുന്ന ഡീഫോർമേഷനെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഈ ഒരു ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഇങ്ങനെയല്ലേ ഡിസ്പ്ലേസ്മെന്റ് വരാം? ഇതാണ് സ്വേ, അതായത് ഇവിടെ തൊട്ട് ഈ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് എന്റെ ഡെൽറ്റ. ഈ ഡെൽറ്റയ്ക്കാണ് ഞാൻ യൂണിറ്റ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ജോയിന്റ് എ, ബി, സി ആൻഡ് ഡി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ കോർഡിനേറ്റിലും എത്ര കണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് കാണണം, അല്ലെ? ഇനി നിങ്ങൾ മെമ്പർ ബി സി നോക്കാം. മെമ്പർ ബി സിയുടെ ഇനീഷ്യൽ പൊസിഷൻ എന്തായിരുന്നു? ഞാനിത് ഒരു സെക്കൻഡ്.
ഇതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? സ്വേ നടന്നു കഴിഞ്ഞപ്പം പിന്നെ ഉണ്ടായ മെമ്പറിനുണ്ടായ ഡീഫോർമേഷൻ ആണ് ഈ വരയ്ക്കുന്നത്. വേറെ കളറിലാക്കിയെന്നേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. ഇതെന്താ ഡെൽറ്റ 1 ഈക്വൽ ടു 1. ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസും ഡെൽറ്റ 1 ഈക്വൽ ടു 1. ഈ ഒരു ഡയറക്ഷനിലാണ് സ്വേ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. ഇത് രണ്ട് ഡിഫ്ലക്ഷനും ഈ രണ്ടായിട്ടുള്ള ഡെൽറ്റ 1 രണ്ട് എൻഡിലും രണ്ട് മെമ്പറിലും ഉണ്ടായിട്ടുള്ളത് സെയിം എമൗണ്ട് ആണ്. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ് അല്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഇത് ജോയിന്റ് എ, ഇത് ജോയിന്റ് ബി, സി ആൻഡ് ഡി. മെമ്പർ എ ബിയുടെ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു. സ്വേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതാ ഈ തീറ്റ ആംഗിൾ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആയി. ഇനി സി ഡി എന്ന് പറയുന്ന മെമ്പറിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു. അതിന് സ്വേ കഴിയുമ്പോൾ തീറ്റ ആംഗിൾ റൈറ്റിലേക്ക് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ ബി സി എന്ന് പറയുന്ന മെമ്പർ നോക്കാം, ബി സിയുടെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. ബി സി എന്ന് പറയുന്ന മെമ്പറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടോ? ആകെ ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുള്ളൂ. ഈ മെമ്പറിൽ എന്തെങ്കിലും തരത്തിലുള്ള റൊട്ടേഷനോ ഇലോങ്ങേഷനോ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? ശരിയല്ലേ? മനസ്സിലായിട്ടില്ല. ഇതല്ലേ ബി സി? ഇതല്ലേ നമ്മുടെ ബി സി എന്ന് പറയുന്ന മെമ്പറിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ഇതല്ലേ ബി സി. സ്വേ നടക്കുമ്പോ എന്താണ്? നമ്മുടെ വെർട്ടിക്കൽ മെമ്പർ റൈറ്റിലോട്ട് എന്താവും? ഡിഫ്ലക്ട് ചെയ്യും അല്ലേ? ഇത്രയും കണ്ട് തീറ്റ എന്ന് പറയുന്ന എമൗണ്ട് ഡിഫ്ലക്ട് ചെയ്യും. ആ സമയത്ത് ഈ മെമ്പറിൽ ഉണ്ടാവുന്നത് എന്താണ്? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും സ്വേ എങ്ങനെയാണ് നമ്മൾ കാണിക്കുക? ഇതിപ്പോ ഞാൻ കാണിച്ചിട്ടുള്ളത് തിയറട്ടിക്കലി ആണ്. ബട്ട് ഫിക്സഡ് എൻഡ് ആവുമ്പം എങ്ങനെ വരും ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ? ഫിക്സഡ് എൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാവോ? ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അതായത് സ്വേ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ കാണിക്കുകയാണ്. അപ്പൊ സ്വേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഫിക്സഡ് എൻഡ് ആണ്. ഫിക്സഡ് എൻഡിൽ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഫിക്സഡ് എൻഡ് ആണ്. ഫിക്സഡ് എൻഡിൽ ഡിഫ്ലക്ഷൻ ഇല്ല. ഈ ഒരു തരത്തിലായിരിക്കും ഈ ഒരു സ്വേ നടക്കുക അല്ലേ? ഈ എ ബി നോക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന മെമ്പറിന്റെ ഇനീഷ്യൽ പ്രൊഫൈൽ ഇങ്ങനെയായിരുന്നു. ആദ്യം ഇരുന്നിരുന്നത് ഇതുപോലെ. സ്വേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നോക്കുക, ഇത് ഡിഫ്ലക്റ്റ് ആയി ഇല്ലേ? ശരിയല്ലേ? ഇതിനൊരു റൊട്ടേഷൻ ഉണ്ടായിട്ടില്ലേ? സി ഡിക്കും റൊട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് മെമ്പറിന്. ഡിഫ്ലക്റ്റ് ആയിട്ടില്ലേ? ഇതല്ലേ ഡിഫ്ലക്ഷൻ പാറ്റേൺ. ബട്ട് ബി സി എന്ന് പറയുന്ന മെമ്പറിനെ നോക്കാം. ബി സി എന്ന് പറയുന്ന മെമ്പറിന്റെ ലെങ്തോ അതിന് എന്തെങ്കിലും റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഇവിടെ ഇരുന്നിരുന്ന ഈ ബി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി എന്നല്ലേ ഉള്ളൂ. ഈ ബി സിക്ക് എന്ന് പറയുന്ന മെമ്പർ തന്നെ ആയിട്ടല്ലേ പോയിട്ടുള്ളത്. ഹൊറിസോണ്ടൽ മെമ്പറിന് എന്തെങ്കിലും തരത്തിലുള്ള റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല അല്ലേ? എ ബിക്ക് നോക്കുക, ഇവിടെ ഇങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് നോക്കുക, ഇതിന് തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാല്യൂ വരുന്നുണ്ട്. ഇതിന്റെ ഡിഫ്ലക്ഷൻ ഇതാണ് ശരിക്കുള്ള ഡിഫ്ലക്ഷൻ പ്രൊഫൈല്. ഞാൻ ഈ ഫിഗർ വരച്ചിട്ടുള്ളത് എത്രയാണ് നമ്മുടെ തീറ്റ എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫിഗർ വരച്ചിട്ടുള്ളത്. ആക്ച്വലി ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പ്രൊഫൈല് ഇതുപോലെ ആയിരിക്കും. അതായത് എ ബി എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫ്ലക്ട് ചെയ്യും, സി ഡി എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫ്ലക്ട് ചെയ്യും. ബി സിക്ക് നമുക്ക് റൊട്ടേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം ബി സി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് നീങ്ങുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ എന്നറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഡെൽറ്റ കാരണം, അതായത് സ്വേ കാരണം ഡെൽറ്റ 1 ഈക്വൽ ടു 1 അത് കാരണം നമ്മുടെ Q1 Q2 Q3 ആ ഓരോ കോർഡിനേറ്റ്സിൽ ഉണ്ടാവുന്ന എത്രയാണ് റൊട്ടേഷൻ. Q1 Q2 ഒക്കെ എന്താ കോർഡിനേറ്റ്? മൊമെന്റ് ആയിട്ടല്ലേ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? റൊട്ടേഷൻ ആണ്. നമുക്ക് ഈ എൻഡിൽ ഉണ്ടാവുന്ന, ഇവിടെ ഉണ്ടാവുന്ന, ഇവിടെ എല്ലാ മെമ്പറിന്റെയും രണ്ട് എൻഡിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് എയിലും ബിയിലും തീറ്റ തന്നെയായിരിക്കും. ദെൻ ഡിയിലും സിയിലും ഈ തീറ്റ തന്നെയായിരിക്കും.
ഈ തീറ്റ എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഇതിന്റെ ലെങ്ത് അറിയാം ഇല്ലേ? എ ബിയുടെ ലെങ്ത് എത്രയാണ്? എ ബിയുടെ ലെങ്ത് 3 മീറ്ററും സി ഡിയുടെ ലെങ്ത് 2 മീറ്ററും ആണ്. ഞാൻ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് എനിക്ക് തീറ്റയുടെ വാല്യൂ കിട്ടാണ്. ഞാൻ ഇവിടെ നോക്കാം, ഇത് 3 മീറ്റർ, ഇത് 2 മീറ്റർ. നമുക്ക് വേണ്ടത് തീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ എ ബിയില് തീറ്റയുടെ വാല്യൂ, എ ബിയില് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഞാനിതിനെ സൈൻ തീറ്റ എന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അറിയാം, അഡ്ജസന്റ് സൈഡും അറിയാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് Δ1 = 1. ഈ ഉണ്ടായിട്ടുള്ള ഡിഫോർമേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പം സൈൻ തീറ്റ ഈക്വൽ ടു എന്താ 1/3 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് ഞാൻ ആ സൈൻ തീറ്റ നമുക്ക് ശരിക്കും സ്വേക്ക് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും സ്വേ ഉണ്ടാവുക. അപ്പൊ ഞാൻ ആ സൈൻ തീറ്റ ഞാൻ അപ്രോക്സിമേറ്റ്ലി തീറ്റ ഈക്വൽ ടു 1/3 എന്ന് എടുക്കും. ഇനി സി ഡി കൺസിഡർ ചെയ്യുക. സി ഡി കൺസിഡർ ചെയ്യുമ്പം അവിടെയും ഇതുപോലെ തീറ്റയുടെ വാല്യൂ കാണുകയാണെങ്കിൽ എന്ത് വന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ 1/2. ഇത് എത്രയാണ്? Δ1 എന്ന് പറയുന്നത് യൂണിറ്റ് ഡിഫ്ലക്ഷൻ 1, ദെൻ ഇതിന്റെ ഹൈറ്റ് 2 മീറ്റർ. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എടുത്താൽ 1/2 എന്ന് വന്നു തീറ്റയുടെ വാല്യൂ. ക്ലിയർ അല്ലേ? മിസ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ തീറ്റയുടെ ഡയറക്ഷൻ ആണ്. നമുക്ക് വാല്യൂ കിട്ടി, തീറ്റയുടെ വാല്യൂ കിട്ടി. അതായത് എ ബിയിലും സി ഡിയിലും ഉണ്ടാവുന്ന റൊട്ടേഷൻ, ആ മെമ്പറിൽ ഉണ്ടാവുന്ന റൊട്ടേഷന്റെ വാല്യൂ ആണ് 1/3ഉം 1/2ഉം. ഇനി ഇതിന്റെ ഡയറക്ഷൻ നമുക്കറിയണം. അപ്പം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ നോക്കാം. കാരണം ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്, ഇതും ഫിക്സ്ഡ് എൻഡ് ആണ്. അപ്പൊ ഇവിടെ ഫിക്സ്ഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷൻ, ഇവിടെ ആക്ച്വലി നമ്മൾ റൊട്ടേഷൻ സംഭവിച്ചു എന്നാണ് എടുത്തിട്ടുള്ളത്. ബട്ട് ഇവിടെ റൊട്ടേഷൻ സംഭവിക്കുന്നില്ല അല്ലേ? അപ്പൊ ഇത്രയും എമൗണ്ട്, ഈ തീറ്റ ഈക്വൽ ടു 1/3 ഇതിനിവിടെ റെസിസ്റ്റ് ചെയ്യാണ് അല്ലേ? ഈ ഒരു ഫിക്സ്ഡ് എൻഡില് ഈ ഉണ്ടാവേണ്ട തീറ്റ എന്ന് പറയുന്ന 1/3 എന്ന് പറയുന്ന തീറ്റ അത് ഉണ്ടാവാതെ ഇവിടെ റെസിസ്റ്റ് ചെയ്യാണ്. റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഓക്കെ മിസ്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് -1/3 എന്ന് എടുക്കണം. സിമിലർലി ഇവിടെയും ഉണ്ടാവുന്ന റൊട്ടേഷൻ എന്ത് വന്നു? -1/2 എന്ന് വന്നു. ഓക്കെ, ഇനി ഈ ഒരു എൻഡ് നോക്കാം നിങ്ങൾ. ബി എന്ന് പറയുന്ന എൻഡില് റൊട്ടേഷൻ ശരിക്കും നടന്നിട്ടുണ്ട് ഇല്ലേ? റൊട്ടേഷൻ നടന്നിട്ടുണ്ട്. ഇത് ഡിഫ്ലക്ട് ചെയ്യല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് ഏത് തരത്തില്, ആ ഒരു റൊട്ടേഷന്റെ ഡയറക്ഷൻ എങ്ങനെ വരണം? ഈ ഒരു തരത്തില് റൊട്ടേഷൻ വന്നാലല്ലേ നമുക്ക് എന്ത് വരുള്ളൂ? ഈ ഒരു എൻഡ് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. റൈറ്റിലേക്ക് ഇതിനെ പിടിച്ച് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാവേണ്ട റൊട്ടേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കണം അല്ലേ? എന്നാലല്ലേ ഇതിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല, ഇങ്ങനെയാണ് റൊട്ടേഷന്റെ ഡയറക്ഷൻ എങ്കിൽ ഇത് ലെഫ്റ്റിലേക്കല്ലേ സ്വേ ചെയ്ത് പോവാ. ഇതിപ്പോ സ്വേ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഡിഫ്ലക്ഷൻ, ആ ഉണ്ടാവേണ്ട റൊട്ടേഷൻ ഏത് തരത്തിലാണോ റൊട്ടേഷൻ ഉണ്ടായത്, റൈറ്റിലേക്കല്ലേ സ്വേ ചെയ്തിട്ടുള്ളത്. ഇതെന്താ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഈ തീറ്റ തന്നെയായിരിക്കും ഇവിടത്തെയും തീറ്റ. തീറ്റ വ്യത്യാസമില്ല. എയിലും ബിയിലും തീറ്റ സെയിം ആയിരിക്കും, ഡിയിലും സിയിലും തീറ്റ സെയിം ആയിരിക്കും. ഡയറക്ഷൻ ശ്രദ്ധിച്ചാൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? -1/3, ഇവിടെയും -1/2. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയോ? മിസ് ക്ലിയർ ആയി. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് കോളത്തിൽ Δ1ന്റെ വാല്യൂ എഴുതണം. Δ1 = 1 ആവുമ്പം ബീറ്റയുടെ വാല്യൂ എഴുതണം. ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. അപ്പൊ ആദ്യം Q1 എന്ന് പറയുന്നത് ഇവിടുത്തെ റൊട്ടേഷൻ ആണ്. ഇവിടുത്തെ റൊട്ടേഷൻ എന്താണ് ഞാൻ പറഞ്ഞത്? -1/3 അല്ലെ? ഞാൻ എഴുതി -1/3. ഇനി രണ്ടാമത് Q2 എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന മെമ്പറിന്റെ ടോപ്പ് പോർഷനിൽ അല്ല, ബിക്ക് അടുത്തായിട്ട് വരുന്ന കോർഡിനേറ്റ് ആണ് Q2. ആ Q2 എന്താണ്? നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ -1/3. അഗെയിൻ -1/3. ഇനി ബി സിയിൽ ഞാൻ പറഞ്ഞു ബി സിക്ക് റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ടോ? ബി സി എന്ന് പറയുന്ന മെമ്പറിൽ ഏതെങ്കിലും റൊട്ടേഷൻ ഉണ്ടോ? ബി സിക്ക് റൊട്ടേഷൻ വരണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്ന ബി സി എന്ന് പറയുന്ന മെമ്പറിന് ഇതുപോലെ എങ്ങാനൊക്കെ റൊട്ടേറ്റ് ചെയ്യണം, എന്നാലേ ഇവിടെ തീറ്റ എന്ന് പറയുന്ന വാല്യൂ വരുള്ളൂ. ഇപ്പം സ്വേക്ക് മുന്നും ബി സി ഇതുപോലെ തന്നെയാണ്, സ്വേ കഴിഞ്ഞപ്പോഴും ബി സി ഇതുപോലെ തന്നെയാണ് അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് ശരിയല്ലേ? അപ്പൊ ബി സിയിൽ എന്താണ്? റൊട്ടേഷൻ ഒന്നും നടന്നിട്ടില്ല. ബി സിയിൽ ഉണ്ടാവുന്നത് ഏതൊക്കെയാണ് കോർഡിനേറ്റ്? Q2ഉം Q3, സോറി Q3ഉം Q4ഉം. ഈ Q3ഉം Q4ഉം ബി സിയുടെ രണ്ട് എൻഡിലായിട്ടുള്ള കോർഡിനേറ്റ് ആണ്.
അപ്പൊ Q3 സീറോ ആണ്, Q4 സീറോ ആണ്. കാരണം ബി സിക്ക് ട്രാൻസ്ലേഷനേ നടന്നിട്ടുള്ളൂ. അവിടെ റൊട്ടേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ മെമ്പറിന് ഒരു തരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ടായിട്ടില്ല. ബി സി അതുപോലെ തന്നെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ സീറോ സീറോ. ഇനി അഗെയിൻ സി ഡിയിൽ ഉണ്ടാവുന്ന രണ്ട് കോർഡിനേറ്റ് ആണ് Q5 ആൻഡ് Q6. ഇത് രണ്ടും എന്താ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ എഴുതി 1/2 മൈനസ് 1/2. ഇതാണ് സ്വേ കാരണം ഉണ്ടാവുന്ന ബീറ്റ മെട്രിക്സിന്റെ കോളം. ഇത് മാത്രമാണ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ളൂ. ബട്ട് എന്താണെങ്കിലും സ്വേ വന്നാൽ ഇതുപോലെ തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് ആകെ വ്യത്യാസം ഈ വാല്യൂസിൽ വ്യത്യാസം വരുന്നത് ഈ ലെങ്ത്, ഈ കോളത്തിന്റെ ലെങ്ത് വരുന്ന വ്യത്യാസമേ വാല്യൂല് ഉണ്ടാവുള്ളൂ. സൈനും എല്ലാം സെയിം ആയിരിക്കും. എപ്പോഴും ബി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ മെമ്പറിൽ സ്വേ വരാണെങ്കിൽ ബി സി എന്ന് പറയുന്ന മെമ്പറിലെ ബീറ്റ മെട്രിക്സിന്റെ എലമെന്റ്സ് സീറോ ആയിരിക്കും. കാരണം അതിൽ റൊട്ടേഷൻ ഉണ്ടാവുന്നില്ല. ആകെ ഈ വാല്യൂവിന് വ്യത്യാസം വരിക, ഇപ്പൊ ഈ 3ക്ക് പകരം 5 മീറ്റർ ആണെങ്കിൽ ഇത് 1/5 ആയി. 3ക്ക് പകരം 4 മീറ്റർ ആണെങ്കിൽ 1/4 ആയി. അത്രേ ഈ ക്വസ്റ്റ്യന് എത്രയെങ്കിലും വേരിയേഷൻ വരാൻ അത്രേ ചാൻസ് ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മിസ്. ഓക്കെ, എങ്കില് ഇന്ന് നോക്കിയത് ഒന്ന് നോക്കാം, ഇത് മനസ്സിലാവുന്നുണ്ടോന്ന്. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ലീവ് ചെയ്തോളൂ. താങ്ക് യു.